ചാലക്കുടി ഭാഗത്തൂടെ യാത്ര ചെയ്യുന്ന അവസരത്തിലാണ് ഈ ഒരു ദേവാലയത്തിൽ ഞങ്ങൾ എത്തിച്ചേർന്നത്. മാതാവിന്റെ നാമധേയത്തിലുള്ള ഇരിഞ്ഞാലക്കുട ഡയസിസിന്റെ കീഴിലുള്ള ഒരു ദേവാലയം. 1934 ഈ ഒരു ദേവാലയത്തിന്റെ സ്ഥാപിതം നടത്തപ്പെടുന്നത്. എന്നാൽ 2013 കാലഘട്ടത്തിൽ പഴയ ദേവാലയം പൊളിച്ചു മാറ്റി പുതിയത് പണിയുകയുണ്ടായി. ആ പുതിയ ദേവാലയമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചാലക്കുടിക്കടുത്തുള്ള ഇലഞ്ഞിപ്പാറ എന്ന് പറയുന്ന സ്ഥലത്തെ ചൗക്ക ദേവാലയമാണ് തലയെടുപ്പോടുകൂടി ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആകാശം മുട്ടെ ഉയർന്നു നിൽക്കുന്ന ദേവാലയം. ഏകദേശം 2000 കുടുംബങ്ങളാണ് ഈ ഒരു ദേവാലയത്തിന്റെ കീഴിലുള്ളത്. പ്രൗഢഗംഭീരമായ ദേവാലയം ഒരു ഗ്രാമീണ അന്തരീക്ഷത്തിൽ സിറ്റിക്കുള്ളിലല്ല, സിറ്റിയിൽ നിന്ന് അല്പം മാറി ഉൾഭാഗത്തായിട്ടാണ് ഈ ഒരു ദേവാലയം കുടികൊള്ളുന്നത്. ഈ ഭാഗത്തുള്ള ഗ്രാമീണരായിട്ടുള്ള ആളുകളുടെ ഏക ആശ്രയ ദേവാലയം കൂടിയാണ് ആകാശം മുട്ടെ ഉയർന്നു നിൽക്കുന്ന ഈ ഒരു ദേവാലയം എന്ന് പറയുന്നത്. ഏറെ കാലഘട്ടത്തെ ഏതാനും ഗ്രാമീണ ആളുകളുടെ കഠിന അധ്വാനത്തിന്റെ ഫലമാണ് ഈ ഒരു ദേവാലയം എന്ന് പറയുന്നത്. 2000 കുടുംബങ്ങൾ ഈ ഒരു ദേവാലയവുമായിട്ട് ഉള്ളത് കൊണ്ട് അവർക്കെല്ലാവർക്കും ഇരിക്കുവാൻ പറ്റുന്ന രീതിയിലുള്ള എല്ലാ ക്രമീകരണങ്ങളും ഇരിപ്പിടങ്ങളും ഒക്കെ ദേവാലയത്തിന്റെ ഉൾഭാഗത്തായിട്ട് എനിക്ക് കാണുവാൻ സാധിച്ചിട്ടുണ്ട്. ദേവാലയത്തിന്റെ ഉൾഭാഗത്തേക്ക് പ്രവേശിച്ചു കഴിയുമ്പോൾ ഒരേ സമയം ഏകദേശം 1000 പേർക്ക് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാൻ സാധിക്കുന്ന രീതിയിലുള്ള ക്രമീകരണങ്ങൾ അവർ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്രയും വീട്ടുകാരുള്ള ഇടവക ദേവാലയമായതുകൊണ്ട് 3 വിശുദ്ധ കുർബാനകളാണ് ഇവിടെ അർപ്പിക്കപ്പെടുന്നത്. ആ വിശുദ്ധ കുർബാനയ്ക്കെല്ലാം നിറയെ ആളുകൾ ഈ ഒരു ദേവാലയത്തിന്റെ സജീവ ഭാഗവാക്കുകളായിട്ടുണ്ട് എന്നുള്ളതാണ് അറിയുവാൻ സാധിക്കുന്നത്. ദേവാലയത്തിന്റെ പുറമെയുള്ള കാഴ്ചകൾ മാത്രമല്ല അതിമനോഹരമായിട്ട് എനിക്ക് കാണപ്പെട്ടത്. അകത്ത് അൾത്താര ഉൾപ്പെടെയുള്ള മനോഹരമായ ദൃശ്യഭംഗികൾ, അതും ഗോൾഡൻ കളറില് മനോഹരമായിട്ട് കാണപ്പെടുന്ന ഒരവസ്ഥയാണ് എനിക്ക് കാണുവാൻ സാധിച്ചിരിക്കുന്നത്. അതിമനോഹരവും അതിബൃഹത്തായ മനോഹരമായ അൾത്താര. ഈ ഒരു ദേവാലയത്തിന്റെ പ്രൗഢിക്കൊത്ത രീതിയിലുള്ള ഒരു അൾത്താരയും അതിനോട് അനുബന്ധിച്ചുള്ള വിശുദ്ധരുടെ രൂപങ്ങളും ഒക്കെയാണ് എനിക്ക് ഈ ഒരു ഭാഗത്ത് കാണുവാൻ സാധിക്കുന്നത്. മുകൾ ഭാഗത്തും ഈ ഒരു ദേവാലയത്തിന്റെ പ്രൗഢി അടങ്ങിയിരിക്കുന്ന ചിത്രീകരണങ്ങൾ മുഴുവനും എനിക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഒരു ഇടവക ജനത്തിന്റെ വലിയൊരു സ്വപ്ന